ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് ദിവസമായിട്ടോ. ലോങ് വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ലോങ് വീഡിയോസിന് ഒരുപാട് വ്യൂവേഴ്സൊന്നുമില്ല, കയ്യിലുണ്ടാവുന്ന അത്ര വ്യൂവേഴ്സൊക്കെ ഉള്ളൂ. പിന്നെ ലൈക്സും കമൻറ്റും ഒന്നും വളരെ കുറവാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസ് ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് വീഡിയോസിന് ലൈക്കും വ്യൂസും അതുപോലെ കമൻറ്റൊക്കെ കുറവായത് കാരണം നമുക്ക് വീഡിയോസ് ഇടാനൊരു താല്പര്യക്കുറവ്. അതുകൊണ്ടാണ് മെയിൻ വീഡിയോസ് ഇടാത്തത്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെറ്റിൻ്റെ ഇഷ്യൂ ഇവിടെ ഭയങ്കര ഉണ്ട് കേട്ടോ. നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത നാളേക്കൊക്കെയാണ് ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡായി കിട്ടുള്ളൂ. അതൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ രാവിലെ എഴുന്നേറ്റ് മോനെ മദ്രസയിലോട്ട് പറഞ്ഞു വിടുക കേട്ടോ. അപ്പോൾ അവന് മദ്രസയിലോട്ട് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ അതിൽ കയറിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ സാറ്റർഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ മദ്രസയിലോട്ട് പറഞ്ഞയച്ചു. അന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് മദ്രസ മാത്രമേ ഉള്ളൂ. എന്നിട്ട് മോനെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ നേരെ മുകളിലോട്ട് പോയിട്ട് പായൊക്കെ ഒന്ന് മടക്കി വെക്കണം. മോള് എണീറ്റിട്ടില്ല. അപ്പോൾ മോളെ നേരെ തൊട്ടിയിലോട്ട് കിടത്തിയിട്ട് ആട്ടിയിട്ട് ഉറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് വേണം പിന്നെ പായൊന്ന് മടക്കി വെക്കാൻ. അപ്പോൾ ഞാൻ എന്നും രാവിലെ മോനെ മദ്രസയിലോട്ട് റെഡിയാക്കിയ ശേഷം പായി മടക്കി വെച്ചിട്ടാട്ടോ താഴോട്ട് പോകാറ്. ഇന്നിപ്പോൾ മോന് മദ്രസയിലോട്ട് പറഞ്ഞയക്കലും വീഡിയോസ് എടുക്കലും എല്ലാം കൂടെ ആയപ്പോൾ ടൈം നേരെ കിട്ടിയില്ല. കാരണം 6:20 നമ്മൾക്ക് വണ്ടി വരും. അവന് 6 മണി കഴിഞ്ഞിട്ടാട്ടോ നീക്കാറ്. അപ്പോൾ അവനെ എണീപ്പിച്ച് റെഡിയാക്കി പോകലും വണ്ടി വരുന്ന ടൈമിലേക്ക് നമുക്ക് അങ്ങോട്ട് എത്തുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് ടൈം കിട്ടിയില്ല. വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് കാരണമാണ്. എന്നിട്ട് ഇപ്പോൾ നേരെ പായൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ നേരെ താഴോട്ട് പോയിട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ മോന് മദ്രസയിലോട്ട് പോകുമ്പോൾ ഹോർലിക്സ് ആട്ടോ റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ അതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റൊരു ഉറക്ക ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഹോർലിക്സ് എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പുറത്ത് ഇരുന്നിട്ടാട്ടോ ഹോർലിക്സ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല. മോനെ സ്കൂളിൽ പറഞ്ഞയക്കലും അങ്ങനെ ഓരോ തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം നടന്നിട്ടൊക്കെ കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ പുറത്ത് കൂടെ ഒക്കെ നടന്നിട്ട് ഓരോ കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ടിട്ടാട്ടോ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റോഡ് സൈഡിൽ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒന്നുമില്ല, ഫുള്ള് വണ്ടികളുടെ സൗണ്ട് മാത്രമേ കേൾക്കാറുള്ളൂ കേട്ടോ. ഇപ്പോൾ ഉള്ളിലോട്ട് വന്ന ശേഷം അങ്ങനെ വണ്ടികളുടെ സൗണ്ടൊന്നുമില്ല, കൂടുതലായിട്ട് ഈ കിളികളുടെയും എല്ലാം സൗണ്ടുകളൊക്കെ കേൾക്കാറുള്ളത്. അപ്പോൾ അതാ ഞങ്ങൾ പുറത്ത് ഇപ്പോൾ 2 ദിവസം മുന്നേ നട്ടിട്ടുള്ള ചെടികളാട്ടോ. ഇതൊക്കെ ഒന്ന് സെറ്റായിട്ടാണ് നമുക്ക് ചെടിച്ചട്ടിയിലോട്ടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റായി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയതാണ്. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചെടുക്കാറില്ല, മഴ ആയതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചെടുക്കാറില്ല. ഇന്നലെ മഴ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മണ്ണ് നല്ല നനവുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ മഴ ഇതുവരെ പെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി മഴ നല്ലോണം ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചെടുക്കണ്ട. നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇടയ്ക്കൊന്ന് ഒഴിച്ചെടുക്കണം. അപ്പോൾ ഇന്നത്തെ മോനെ രാവിലെ തന്നെ നമ്മളടുത്ത് ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലല്ല, നമ്മുടെ ഈ ചുറ്റടുത്തുള്ള വീട്ടിലൊക്കെ എപ്പോഴും കറങ്ങി നടക്കുന്ന പൂച്ചകളാട്ടോ. പക്ഷെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് സൗണ്ടാണ് കേട്ടാൽ വേഗം ഓടി വരും. ഈ തള്ളിയും കുട്ടികളും പാടെ വരും. നമ്മൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അന്ന് രാവിലെ തന്നെ ഒന്നും ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ചായയോടെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് കയറിയിട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പത്തിരിയും ബീഫ് കറിയായിരുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പത്തിരിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടി അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പൊടി അരിച്ചെടുക്കുന്ന ടൈമിൽ മോളൊന്ന് കരഞ്ഞപ്പോൾ ഞാൻ പോയിട്ടൊന്ന് ആട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ മാവൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് ഞാൻ രാവിലെ ഞാനായാലും ഉമ്മയാണെങ്കിലും 6 മണി 5:30 നമ്മളാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ നേരം വൈകിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് പണികൾ വേഗം ഒരുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല ലേറ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് ഞാനും ഉമ്മയും വേഗം പത്തിരി പരത്താൻ നിന്നു കേട്ടോ. പത്തിരി ഞാനിവിടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഉരുളാക്കി പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഉമ്മ അപ്പുറത്ത് പരത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ മാവും അങ്ങനെ അതുപോലെ ഉരുളാക്കി പ്രസ് ചെയ്തിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉമ്മ ഇതെല്ലാം പരത്തും. ഞാൻ അവിടെ പോയിട്ട് ബീഫിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ചിട്ടാണ്. നമ്മൾ ഈ ബീഫ് കറിയായിട്ടല്ല കേട്ടോ വെക്കുന്നത്. നമ്മൾ ബീഫ് വരട്ടുകയാണ് ചെയ്യുന്നത്. ഉച്ചക്ക് വേണ്ടിയിട്ട് വരട്ടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബീഫ് വരട്ടുമ്പോൾ നമ്മൾ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കില്ല. അതിലിട്ട് കുറച്ച് വെള്ളം അധികം ചേർത്ത് കൊടുത്തിട്ട് ബീഫ് വെന്ത് ഒന്ന് കുറുകി വരുമ്പോൾ കറി നമ്മളോട്ട് അതിൽ നിന്ന് എടുക്കും. ആ കറി നമ്മൾ അതിൽ നിന്ന് എടുക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കഷ്ണങ്ങൾ ഇട്ടിട്ട് നമ്മൾ അത് മാറ്റി വെക്കും കേട്ടോ. അതാണ് നമ്മൾ രാവിലെ പത്തിരിലോട്ട് കഴിക്കുന്നത്. പിന്നെ നമ്മളത് ബീഫത്തെ ബാക്കിയുള്ള കറി നല്ലോണം വറ്റിച്ചെടുത്തിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി തൂമ്പിച്ചെടുക്കും. അപ്പോൾ നമ്മളിതാ അതിന് വേണ്ടിയിട്ട് അടുപ്പത്തെ കനലൊക്കെ ഒന്ന് മാറ്റിയിട്ട് അടുപ്പ് തീ പിടിപ്പിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ അടുപ്പത്ത് തീ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഈ ചട്ടിയിൽ അടുപ്പത്തോട്ട് വെച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ ബീഫൊക്കെ അത് മസാലയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുപ്പത്തോട്ട് വെച്ചുകൊടുക്കാം. അപ്പോൾ അത് മോന് മദ്രസയൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മദ്രസ സൺഡേ മാത്രമാണ് കുറച്ചധികം നേരം ക്ലാസ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ സ്കൂളിലെ ടൈമിൽ എങ്ങനെയാണ് മദ്രസ അതുപോലെ ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് അവൻ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോഴേക്കും ചായ ആയോ എന്നിട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയപ്പോൾ ഇങ്ങനെ കളിയാക്കി കേട്ടോ അവൻ ഓരോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അവന് വന്നപ്പോൾ വേഗത പത്തിരി ചൂടാൻ വേണ്ടി നിന്നു കേട്ടോ. ഇനി പത്തിരി ആയാലാണ് നമുക്ക് കുട്ടികൾക്ക് വേഗം ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ബീഫ് അപ്പുറത്ത് നിന്നിട്ട് ആവുന്നുണ്ട് കേട്ടോ. ബീഫ് ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കുറുക്കി സെറ്റ് ആവണം. അപ്പോൾ നമുക്ക് പത്തിരിയൊക്കെ ഒന്ന് വേഗം ചുട്ടെടുക്കാം. പത്തിരി പരത്തലും കുഴക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷേ പത്തിരി ചുട്ടെടുക്കാൻ ഒരുപാട് ടൈം എടുത്തു കേട്ടോ. നമ്മൾ അടുപ്പത്താണ് ശരിക്കും പത്തിരി ചുട്ടെടുക്കാൻ. ഒരു വലിയ പത്തിരി കല്ലുണ്ട്, അതിലൊരു 3-4 വെച്ച് ചുട്ടെടുക്കുക ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് കഴിയാറുണ്ട്. ഇതിപ്പോൾ അവിടെ അടുപ്പത്ത് ബീഫ് വെച്ചത് കാരണം നമുക്ക് അതിന് ടൈമില്ല. ബീഫായിട്ട് പത്തിരി ചൂടിലൊന്നും ടൈമില്ല കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നേരെ വേഗം ഞാനിപ്പുറത്ത് പത്തിരി ചൂടാൻ അപ്പുറത്ത് ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പത്തിരി ആയപ്പോൾ പിന്നെ വേഗം ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പ് ഒന്നുകൂടി നന്നായി കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇതാ അതുപോലെ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് അതിന് ചാറ് മാറ്റിയെടുക്കാം. അപ്പോഴേക്കും ഇതാ മോളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവൾ കരയുന്നത് അവൾ എഴുന്നേറ്റ് പോലെ എന്നെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അവൾ എഴുന്നേറ്റ് നേരെ ഉള്ള താഴോട്ട് കൊണ്ടുപോയിട്ട് അവളെ ബ്രഷൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നേരെ ചായ കുടിക്കാനിരിക്കാമല്ലോ. അപ്പോൾ അവളിതാ എഴുന്നേറ്റ് വന്ന ഉടനെ ബ്രഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ മോൾക്ക് ഇതാ ഹോർലിക്സൊക്കെ കൊടുത്ത് മോളൊന്ന് ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് രാവിലത്തെ പത്തിരിയും ഇറച്ചിക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുത്ത ശേഷം പിന്നെ ഞാനും ഉമ്മി വലിയപ്പൊക്കെ പാടെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇപ്പോൾ വന്നിട്ടില്ല. ഇപ്പോൾ ചിലപ്പോൾ വീട്ടിലേക്ക് വരും, അങ്ങനെ ചായ കുടിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോവുക ചെയ്യുക. അപ്പോൾ ടൈമില്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ട് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഉമ്മയും വലിയപ്പയും പാടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ നാട്ടു വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. അപ്പോൾ ചായയുടെ കഴിഞ്ഞ ശേഷം വലിയപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയിട്ട് കടയിൽ നിന്ന് കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നോക്കട്ടെ വെച്ചിട്ടാണ് ഇനി. അപ്പോൾ നമ്മൾ അങ്ങനെ വലുതായിട്ടുള്ള ക്ലീനിങ് ഒന്നുമല്ല, അല്ലറ ചില്ലറ ക്ലീനിങ്, ഷെൽഫ് വൃത്തിയാക്കലൊക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണല്ലോ. അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തു നിന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ വരികട്ടോ ചെയ്തത്. അപ്പോൾ ഹാളിലോട്ട് പോയപ്പോൾ ഹാൾ വല്ലാണ്ട് ക്ലീനിങ് ഒന്നുമില്ല. ഈ സോഫ സെറ്റ് ഒന്ന് നീക്കി അടിയൊക്കെ ഒന്ന് അടിച്ച് വാരിയിടണം, പിന്നെ മാറാലൊക്കെ ഒന്ന് തട്ടണം. അപ്പോൾ ഹാളിലോട്ട് വന്നപ്പോൾ മക്കൾ ഇതാ ടോയ്സൊക്കെ ആകെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചായ കുടിക്കുന്ന ടൈമിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം എടുത്ത് വെച്ചു. അപ്പോൾ ഹാളത്തൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം പിന്നെ നേരെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഷെൽഫിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പെട്ടെന്ന് പുറത്തൊക്കെ പോയി വന്നാൽ എന്തെങ്കിലും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ വെച്ചിട്ട് അങ്ങനെ പോവുക ചെയ്യാം. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ആവശ്യമുള്ളതും അത്യാവശ്യം എന്തെങ്കിലും വേണതൊക്കെ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തോട്ടൊക്കെ മാറ്റി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് പൊടിയൊക്കെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. അപ്പോൾ മോനിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവനും സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവയ്ക്കലും ഇങ്ങോട്ട് കൊണ്ടുവരലൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുമ്പോൾ അവനും അവിടെ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വലിയൊരു ബോക്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട് മാറി വന്ന ശേഷം കൊണ്ടുവന്നതൊക്കെ കേട്ടോ. കുറേ പ്ലേറ്റും കാര്യമൊക്കെ വെച്ചിട്ടുള്ള ബോക്സാണ്. പിന്നെ എവിടെയും കബോർഡിൽ ഡോറുകളൊന്നും വെക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡോർ വെച്ച് നമുക്കിതൊന്നും പുറത്തോട്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചതാണ്. ഇനിയിപ്പോൾ ഇത് അതിൻ്റെ അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇത് നേരെ ഉള്ളിലോട്ട് ഒതുക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനും മോനും പാടെ ബോക്സൊക്കെ ഉള്ളിലോട്ട് ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കിച്ചണിലെ ഷെൽഫ് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതേപോലെ കിച്ചണല്ലേ, അപ്പോൾ നമ്മൾ ഓരോ കണ്ടെയ്നേഴ്സൊക്കെ കിട്ടുമ്പോൾ അവിടെ ഇവിടെ വെക്കണതൊക്കെ ഇതിനുള്ളിൽ കൊടുന്ന് വെക്കും. അപ്പോൾ അതൊക്കെ കുറച്ച് അലങ്കോലമായിട്ട് അതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അതിനിടയിൽ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളുടെ ഐസ്ക്രീം നന്നായിട്ട് മെൽറ്റായിട്ട് അവൾക്കത് കോരി കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനത് സ്പൂണിൽ വാരിയിട്ട് കൊടുത്തിട്ട്. അപ്പോൾ അവൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവളെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം ഞാൻ മോൾക്ക് കൊടുത്ത ശേഷം പിന്നെ ഷെൽഫ് വേഗം ഒന്ന് ക്ലീൻ ആക്കിട്ടോ. പിന്നെ നമ്മൾ അടുത്തായിട്ട് വർക്ക് ഏരിയത്തെ ഷെൽഫാട്ടോ പിന്നെ വൃത്തിയാക്കി എടുത്തത്. അതുകൊണ്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടെയ്നേഴ്സൊക്കെ മാറ്റിയിട്ട് ആകൊന്നും സെറ്റല്ലാതെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, ചെറുതിരിക്കണോടത്ത് വലുതും അങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ട് ആകെ ഒരു വൃത്തികേടായിട്ടാട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ അടിയൊക്കെ തുടച്ചു. അതുപോലെ നമ്മൾ എന്നും എടുക്കാത്ത കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടാകുമല്ലോ, അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ചെറിയ പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ച് നേരെ നീറ്റാക്കിയിട്ട് അതൊക്കെ ഓരോന്നായിട്ട് വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മോൻ എൻ്റെ കൂടെ ഹെൽപ്പിങ്ങിന് ഉണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ.
നമ്മൾ ഈ ഷെൽഫുകളൊക്കെ വൃത്തിയാക്കുമ്പോൾ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് മാറ്റി വെക്കലും അത് ഒതുക്കി പെറുക്കി വെക്കലും പിന്നെ മടക്കി വെക്കുക, അതുപോലെ സാധനങ്ങളൊക്കെ മാറ്റി നീറ്റാക്കി തുടച്ച് വെക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടി വി മൊബൈലൊന്നും വല്ലാണ്ട് കാണില്ല. പിന്നെ ഇവിടെ ടി വി ഇല്ല, അതുകൊണ്ട് ടി വിക്ക് നോക്കില്ല. മൊബൈലും അങ്ങനെ വല്ലാണ്ടൊന്നും കാണില്ല. പിന്നെ ഇവർക്ക് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആക്ടിവിറ്റി പോലെ അവർ നമ്മുടെ കൂടെ ഇരുന്നിട്ട് ചെയ്യും കേട്ടോ. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അവർക്ക് സമയം പോകും അങ്ങനെയൊക്കെ. അപ്പം മോനും എൻ്റെ കൂടെ കൂടും. അപ്പോൾ ഇതാ അടിയത്തെ മുകളിലത്തെ ഷെൽഫൊക്കെ ഒരുവിധം നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടിയിലുള്ളതും കൂടി ഷെൽഫ് നീറ്റ് ആക്കണം. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ പണികളേ ഉള്ളൂ. അപ്പോൾ ഗെയ്സ്, അപ്പോൾ നമ്മുടെ ഷെൽഫും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ട് വൃത്തിയാക്കലൊക്കെ. അപ്പോൾ അത് നമ്മൾ ഓരോ വലിപ്പത്തിനനുസരിച്ചിട്ട് ഓരോ കബോർഡിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയത്ത് കുക്കിംഗ് പരിപാടിയൊക്കെ ഉമ്മയാണ് നോക്കുന്നത്. അപ്പോൾ പിന്നെ മക്കൾ പറഞ്ഞു ഉമ്മ കുറച്ച് നേരം പാട്ട് വെച്ച് തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് നമ്മളിപ്പോൾ അല്ലു അർജുൻ്റെ പഴയ ഫിലിംസത്തെ സോങ്ങൊക്കെ ഒന്നുകൂടി ഹിറ്റായി വരികയല്ലേ, അപ്പോൾ അത് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ വേഗം ബാക്കിയുള്ള പണികൾക്ക് നോക്കിയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്നും ചെയ്യാറുള്ള ചെറിയ ചെറിയ പണികളില്ല, അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മോനിതാ വന്നിട്ട് സ്റ്റെയർകേസിൻ്റെ കമ്പിയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലിങ്ങനെ പൊടികളുണ്ടെന്ന് പറഞ്ഞിട്ട് അവനതൊക്കെ തുടക്കുകയാണ്. അപ്പോൾ ഞാനെന്നാൽ അവനവിടെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം പോയിട്ട് വാഷ് ബേസൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന ചെറിയ ചെറിയ ഡെയിലി ചെയ്യുന്ന പണികൾ മാത്രമേ ഉള്ളൂ. വാഷ് ബേസ് ഒന്ന് കഴുകുക, അതുപോലെ കൗണ്ടർ ടോപ്പുകൾ തുടക്കുക, ജനലിൻ്റെ അരികെ ടേബിളൊക്കെ തുടക്കുക, അങ്ങനത്തെ പണികളൊക്കെ ആയിട്ട് ഇനിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അതും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ വാഷ് ബേസൊക്കെ കഴുകി അതിന് നാലുപുറമൊക്കെ ചുമരൊക്കെ തുടച്ച്, അതുപോലെ അതിൻ്റെ അടിഭാഗമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ നേരെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വാഷ് ബേസ് കഴുകി അടിച്ചു വരാൻ വന്നപ്പോഴൊക്കെ മോനെ ചൂലെടുത്ത് വന്നിട്ട് അടിച്ചു വരാം കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇനി മതി അടിച്ചു വരുന്നത്, ഞാൻ അടിച്ചു വരിക്കൊണ്ട, മോനോടെ പോയിരുന്നോ അല്ലെങ്കിൽ പോയി കളിച്ചോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചൂല് വാങ്ങി അടിച്ചു വരാൻ വേണ്ടി പോയി. അപ്പോൾ മോനും പാട്ടത് ആ ബ്ലൂടൂത്ത് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കുക കേട്ടോ. അപ്പോൾ അത് വലിയപ്പോൾ ഹാളിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫാന് നിർത്തിയിട്ടാണല്ലോ അടിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ വേഗം കൊണ്ട് അടിച്ചു വരിയിട്ട് വലിയപ്പാക്ക് ഫാൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് അടിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഹാള്, ഡൈനിങ് ഹാള്, റൂം അങ്ങനെയൊക്കെ അടിച്ചു വരികയാണ്. അതുപോലെ നമ്മൾ കിച്ചണിൽ വർക്കെല്ലാം കൗണ്ടർ ടോപ്പൊന്നും തുടച്ചിട്ടില്ല. ഇനി ഇവിടുന്ന് അടിച്ചു വാരിയിട്ട് കിച്ചണിലെത്തിയിട്ടാണ് ആ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിവിടെയൊക്കെ വൃത്തിയാക്കിയത് കൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ പൊടികളുള്ളതുകൊണ്ട് ഇനി കുട്ടികൾ ഫാനൊക്കെ ഇടുമ്പോൾ പാറി ജലദോഷം ഒന്നും പിടിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ വേഗം ഇവിടെ നിന്ന് അടിച്ച് വാരിയിട്ട് നേരെ കിച്ചണിലോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഹാളൊക്കെ അടിച്ചു വരി വലിയപ്പോൾ ഫാനൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നേരെ റൂമിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ റൂമൊക്കെ അടിച്ചപ്പോഴേക്കും കുട്ടികളുടെ പാട്ടൊക്കെ വെച്ച് നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരവിടെ എൻജോയ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം അവിടെ അടിച്ചു വരിയിട്ട് റൂമിലേക്ക് ബ്ലൂടൂത്തൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ കളിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരുവിധമൊക്കെ അടിച്ചു വരി. ഇനിയിപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിൽ എത്തിയിട്ട് കിച്ചണിൻ്റെ അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇതാ വർക്ക് ഏരിയയിൽ ഈ സ്ലാബൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് ചോറിന് വെള്ളം വെച്ചത് കാരണം നമ്മൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ചിട്ട് എല്ലായിടും തുടച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുക്കളയത്തെ പണികൾ കഴിഞ്ഞ് നമ്മളിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കും കേട്ടോ വേറെ. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് അവിടുത്തെ പൊടികളൊക്കെ നമ്മൾ നടിയിലോട്ട് ഇട്ടിട്ട് ഇവിടെ നിന്ന് അടിച്ചു പോരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മൾ വർക്കേരിയയിലെ അടുപ്പിൻ്റെ താഴെ നമ്മൾ വിറകൊക്കെ വെക്കുന്ന ഭാഗത്ത് കുറച്ച് കച്ചറ ഉണ്ടാകും കേട്ടോ. നമ്മൾ ഈ വിറക് എടുക്കലും വെക്കലും ഒരാൾ നിറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ അടിയൊന്ന് അടിച്ച് വാരിയിട്ടൊന്ന് നീറ്റാക്കി ഒതുക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ പണികളൊക്കെ എടുക്കുന്ന ടൈമിൽ ഫോണ് ഓഫാക്കിയിട്ട് ഇതാ ഹാളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ മോന് ഓണാക്കിയിട്ട് അവന് അവൻ്റേതായ വീഡിയോസ് എടുക്കുക കേട്ടോ. ഒതുക്കി വെക്കുന്നതും ക്ലീനിങ് ഒക്കെ ചെയ്യണ പോലെ അവനും വീഡിയോസ് എടുക്കാന്ന്. പിന്നെ ഞാൻ അവൻ എന്തായാലും എടുത്തതല്ല വിചാരിച്ചിട്ട് ഇവിടെ കടന്നോട്ടെ വിചാരിച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ. അവൻ അവിടെ ഇരുന്നിട്ട് മുറുക്കും അവൻ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ പോയതൊക്കെ ഒന്ന് ബ്രഷ് കൊണ്ട് തട്ടിക്കളയുക കേട്ടോ. എന്നിട്ട് അവൻ അവിടെ വൃത്തിയാക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അവനെ വീഡിയോ എടുത്തതാട്ടോ. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഡിലീറ്റ് ആക്കണ്ട, അതിൽ കിടക്കട്ടെ, ഇവിടെ കിടക്കട്ടെ വിചാരിച്ചു ഇതും കൂടി ഇതിൽ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ നേരെ തുടക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഇനിയിപ്പോൾ തുടക്കൽ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പണികളും ഒരുങ്ങി. പിന്നെ ബാക്കി മക്കളെ കുളിപ്പിക്കുക, ഫുഡ് കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.